തുടക്കം തൊട്ടേ സിനിമയില് എന്തോ ഉന്നം നോക്കി വീഡിയോ വെക്കും ആയിച്ചേട്ടന് ധ്യാൻ ചേട്ടൻ റിയൽ ലൈഫിൽ വീഡിയോ വെച്ചിട്ടുണ്ടോ ഇങ്ങനെ? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? റിയൽ ലൈഫിൽ വീഡിയോ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ആയിച്ചേട്ടനും ഇതുപോലെ ആയിരുന്നോ, കൂടെ ഉണ്ടായിരുന്നോ അതോ? അതപ്പോ എങ്ങനെയായിരുന്നു ആ വെടിവെപ്പ്? പന്നിയായിരുന്നോ? പന്നി ഉണ്ടായിരുന്ന എല്ലാം നീ ഉദ്ദേശിച്ചിരുന്ന എല്ലാം അതിന്റെ സുഖം ഈ പന്നി വെടിവെപ്പ് സുഖം വ്യത്യാസമുണ്ടോ ഞാൻ ചേട്ടാ? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ ഇന്റർവ്യൂ പുള്ളി ഉദ്ദേശിച്ചത് നേരത്തെ. ഇതെങ്ങനെ മനസ്സിലായി? It's called common sense. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടാ. പഴയ സ്റ്റാൻഡേർഡിലോട്ട് അതും ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. ഉള്ള കാര്യം പറയാലോ. എന്റെ ലൈഫിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രണയമായിരുന്നു. അവള് ചെന്നൈ പഠിക്കാൻ പോയി. ഒരു ബെസ്റ്റിയെ കണ്ടു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ബായ്. ബോയ് ഫ്രണ്ട് മാറിട്ടേ ഇരുപ്പാൻ ആனா ബെസ്റ്റി മാറ മാട്ടാൻல. നമുക്ക് കുറച്ച് 5 മാസത്തിന് ഇടയ്ക്ക് ഒരു തമാശ പറഞ്ഞ് ടെമ്പോ കളയല്ലേ അശ്വതി. ഗ്യാപ്പ് പിന്നെ ഞാൻ അറിയാൻ സാധിച്ചത് ആൾക്കവനെ ഇഷ്ടമായി പോയി. അബദ്ധം പറ്റുമോ സാർ? എങ്ങനെ അബദ്ധം? ഇത് ഇന്റർവ്യൂ നമ്മുടെ ബാറിൽ നിന്ന് അടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബാറിൽ നിന്ന് കൂട്ടുകാരോട് ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. എന്റെ വിഷയത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. അവള് പോയ പോട്ടെ, അതിനേക്കാളും നല്ല കുട്ടികൾ. എടാ കടുക്കനിട്ടോള് പോയ കമ്മലിട്ടോള് വരും. എന്താ ഇത്? ചതിയുടെ കഥയല്ലേ അത്? സിനിമ സ്റ്റൈൽ ഞാൻ രണ്ട് വാക്ക് പറഞ്ഞു. കർത്താവിന്റെ നാമത്തിൽ വാക്ക് പറയരുത്. അത്രയ്ക്കൊന്നും വേണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരോടുള്ള എക്സ്പീരിയൻസ്? ഭയങ്കര അടുങ്ങാറ്. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. പീഡനം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ പീഡനമില്ല. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. അയച്ചേട്ടന് ധ്യാൻ ചേട്ടന് ഇത്ര സിമ്പിൾ ആകാൻ എങ്ങനെയാ പറ്റുന്നേ? പറഞ്ഞ എന്ത് സിനിമകൾ പൊട്ടിക്കാൻ നമുക്ക് പറ്റുന്നത് കൊണ്ട് കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ചേട്ടാ വേറെ ഒരു സന്തോഷം, അടിപൊളി പാട്ട്. ഞാൻ വേണേ സാറിന്റെ കാല് പിടിക്കാൻ. സിനിമയുടെ ഒരു പോസ്റ്റർ കാണാൻ സാധിച്ചു. ആ പോസ്റ്ററില് പെൺകുട്ടിയുടെ പുറകെ കാണിക്കുന്നുള്ളല്ലോ. അതാ നിന്റെ വിഷമം. അത് ഹാപ്പി ആണെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, ഞാനില്ല, നിങ്ങൾ കളിച്ചോ. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനോട് മത്സരിച്ചു തോറ്റ ജെയ്സി തോമസ് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലും പുതുപ്പള്ളിയിൽ തന്നെ മത്സരിക്കാൻ ഇറങ്ങുമോ എന്ന കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ. അതൊന്നും വേണ്ട. ഈ ഘട്ടത്തിൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ജയിക്കിനോട് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ജയിക്ക് മരിക്കുന്നവരെ പുതുപ്പള്ളി വേണം, അത് ഞങ്ങൾക്ക് ആവശ്യമാണ്. ആരാധകരെ കണ്ട ഞങ്ങളുടെ അഭിപ്രായം ഇനിയും ജയിക്ക് വരണം. വന്നാലേ ഇതുപോലെ നാണം കെട്ട് പോകാൻ പറ്റൂ. യൂട്യൂബ് ബ്രൂട്ടസി. ഇനി പുതുപ്പള്ളി അവൻ അർഹത നാണമുള്ളവനാണെങ്കിൽ നിൽക്കരുത്. അതിനുള്ള ധൈര്യം എനിക്കിപ്പോ ഇല്ല മാഷെ. എന്റെ വേദന. നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാ. ഇപ്പൊ എന്തേ ഓണത്തിന് കിറ്റ് പോലും കൊടുത്ത അവൻ ഹെലികോപ്റ്ററല്ലേ നടക്കുന്നത്. അല്ലേലും കുളവാക്കാൻ മനുഷ്യനെ പേടിച്ചിട്ടാ നടക്കുന്നത്. ഇല്ലേ, താഴെ കൂടെ നടന്നാൽ ഏറെ കിട്ടും, അതിന് മേളിൽ കൂടെ പോവാ. എന്റെ വഴി എങ്ങടാ? പുതുപ്പള്ളി വന്നാലും ചാണ്ടിയമ്മ ജയിക്കുള്ളൂ 100%. അത് താനല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്നത് ഞങ്ങൾ കുറച്ചു പേർക്കുണ്ട് ഇവിടെ. ജയിക്കിനും വരെ ചെരുപ്പൂത്തിനും പോകാൻ പറ. Don't play boys. ഈ ചാണ്ടിയുമ്മനെ എതിരെ മത്സരിച്ചാൽ പോലും ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം. ചാണ്ടിയമ്മനെ ജയിക്കുള്ളൂ. പിണറായി എന്നാ ദൈവം തമ്പുരാനാണോ? ഞാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു പാവം വർഗീയവാദിയാ. നീ എന്നെ കൊണ്ടുപോയി കൊലക്ക് കൊടുക്കരുത്. അടുത്ത തവണ പിണറായി മത്സരിക്കാൻ വേണ്ടി വരട്ടെ, പിണറായി വരട്ടെ, ധൈര്യം ഉണ്ടോ? വരട്ടെ. വേണ്ട,
കണ്ടാത്തോണ്ട മനസ്സമാനായിട്ട് ജീവിക്കണ നിങ്ങൾക്ക് ആർക്കും ശൈക്കല്ലേ? ധൈര്യം ഉണ്ട് പുതുപ്പള്ളി വരട്ടെ. വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്കാം. അപ്പൊ നീ എന്തായാലും അങ്ങനെ ചെയ്തോ, നീ അങ്ങനെ തന്നെ ചെയ്തോ ഒഴിഞ്ഞോ. ഇത്രയും വലിയ തോൽവി ഇടതു മുന്നണി അവിടെ പ്രതീക്ഷിച്ചതാണോ? അല്ല, ഇത്രയും വലിയ തോൽവി എന്നുള്ളതല്ല. ഇന്നലെ പിന്നെ എന്താ നടന്നത് അവിടെ? യഥാർത്ഥത്തിൽ അവിടെ സഹതാപ തരംഗം അത്ര മേൽ ശക്തമായിരുന്നു. എന്നാലും തോൽവി തന്നെയാണ്. ഞങ്ങളിവിടെ യഥാർത്ഥത്തിൽ ഗംഭീര മത്സരമാണ് ഞങ്ങൾ കാഴ്ചവെച്ചത്. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് വീരവാദം വേണോ? പുതുപ്പള്ളിയിൽ കോൺഗ്രസ് ജയിക്കുന്നത് എങ്ങനെയാണ് ഒരു അത്ഭുതമായി മാറുക? അല്ലാതെ എനിക്ക് പണി അറിയാത്തോണ്ടല്ല. ഉമ്മൻചാണ്ടിയുടെ മരണത്തിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ 38,000 ഭൂരിപക്ഷം കിട്ടുന്നത് എങ്ങനെയാണ് ഒരു അത്ഭുതമായി മാറുക? നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ജെയ്സി തോമസ് 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കേരള നിയമസഭയിലേക്ക് എത്തും, യാതൊരു സംശയവും വേണ്ട. അത്രയേറെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ ധീരന്മാർ സ്ഥിരമായി പറയുന്ന വാക്കെന്താണെന്നറിയാം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ സൂര്യോദയമായിരിക്കും പുതുപ്പള്ളി, യാതൊരു സംശയവും വേണ്ട. പറഞ്ഞിട്ടില്ല അല്ലേ? സൈക്കാട്രിയിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് അപര വ്യക്തിത്വം, ദ്വന്ദ്വ വ്യക്തിത്വം തുടങ്ങിയ ലഘു മനോരോഗങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ഞാനിത് രേഖപ്പെടുത്തി വെക്കുവേ. ഒരു സംശയം വേണ്ട, പുതിയ പുതുപ്പള്ളിയുമായിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ പോകുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പ് വിജയം തന്നെ ആയിരിക്കും. ഒരക്ഷരം പോലും തെറ്റിയില്ല. 38,000 ഭൂരിപക്ഷം കിട്ടുന്നത് എങ്ങനെയാണ് ഒരു അത്ഭുതമായി മാറുക? തക്ക സമയത്ത് മറുകണ്ഠം ചാടിയ നിന്നെ എങ്ങനെ ഞങ്ങൾ നമ്പും? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന്. അപ്പയുടെ മരണത്തിൻ്റെ അപ്പയുടെ മന്ത്രം ഉപയോഗിച്ച് അപ്പ എന്നൊറ്റ മന്ത്രമായിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രീതി അതായിരുന്നു. ഞാനതിനെ മോശമായി പറയല്ല. അതുപയോഗിച്ച് ജയിക്കുന്നു. സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. മരണാനന്തര ബഹുമതിയായി കിട്ടിയ ഒരു പുരസ്കാരത്തെ മരണാനന്തര ബഹുമതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കിട്ടിയത്. നീയാണല്ലോ കോടതി. തലയ്ക്ക് സുഖമില്ലാണ്ട എന്താ ചെയ്യാ? അയാൾക്ക് നിങ്ങളൊക്കെ അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ അന്നും എന്നും എന്നും മരണാനന്തര ബഹുമതിയെ രാഷ്ട്രീയ ബഹുമതിയായി ആഘോഷിക്കുന്ന അല്പത്വമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പം കാണിക്കുന്നത്. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. ഉമ്മൻചാണ്ടിക്ക് പോലും കിട്ടാത്ത വോട്ട് അവിടെ ചാണ്ടി ഉമ്മന് കിട്ടുമ്പോൾ അതൊരു സഹതാപം മാത്രമായിട്ട് നമുക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയുമോ? ചളമായെന്നാ തോന്നുന്നു. എനിക്കൊരു ഉപകാരം ചെയ്യൂ, പറ. നീ വാ പൊളിക്കരുത് പ്ലീസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലൊരു പാർട്ടിക്ക് ഒരു വിജയം ആഘോഷിക്കണമെങ്കിൽ ഒരാൾ മരിക്കണം എന്ന് വന്നിരിക്കുന്നു. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. വേദി തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയം. ചടങ്ങ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം. ഉദ്ഘാടന പ്രസംഗത്തിനായി മുഖ്യമന്ത്രി എഴുന്നേറ്റു. പ്രസംഗം തുടങ്ങി. അതിനുശേഷം നിറഞ്ഞ സദസ്സ് നിശബ്ദമായി പ്രസംഗം വീക്ഷിക്കുന്നു. അപ്പോഴാണ് സദസ്സിന്റെ മുൻനിരയിൽ ആ കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടത്. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ആദരവോടെ പ്രസംഗം കേൾക്കുന്നു. വേറെ ആരുമല്ല, നടൻ ഭീമൻ രഘു. ഒരു ശക്കല കുഴപ്പമുണ്ട്. ഒരു കുതിരയുടെ കയ്യിൽ നിന്ന് തലക്കിട്ടൊരു ചവിട്ട് കിട്ടി അന്ന് തുടങ്ങിയതാ. പോയിട്ടുണ്ട്, എല്ലാത്തിന്റെ ഓരോ നട്ട് പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി പ്രസംഗിച്ച 15 മിനിറ്റും ഭാവഭേദങ്ങളില്ലാതെ ഒറ്റ നിൽപ്പ്. തന്നോടാ ഇരിക്കാൻ പറയുന്നത്. സോറി സാർ. അതെന്താ ഇരിക്കുന്നിടത്ത് വല്ല അസുഖം ഉണ്ടോ തനിക്ക്? നോ സാർ. ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. എന്നെയാ? അയ്യോ, എന്നോട് ഇത്ര ബഹുമാനം കാണിക്കണ്ട. ഞാൻ ചിലപ്പോ വഷളായി പോവും. ഇരുന്നോളൂ. അത് നിന്നോടുള്ള ബഹുമാനം കൊണ്ടല്ല, അവർക്ക് അസുഖമുള്ളതുകൊണ്ടാ. കാരണം അദ്ദേഹം ഏത് പ്രോഗ്രാമിന് വന്നാലും ഞാൻ എവിടെ ഉണ്ടെങ്കിലും ബാക്ക് സീറ്റിലാണെങ്കിലും ഫ്രണ്ട് സീറ്റിലാണെങ്കിലും ഐ വിൽ ബി സ്റ്റാൻഡ്. കാരണം ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യും. പുറമേക്കുള്ള ഗൗരവം ഒന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡാണെന്ന്. ബോൾഡല്ല, ബോൾട്ടാണ്. ബോൾട്ട്. ഒരു നല്ലൊരു അച്ഛൻ, നല്ലൊരു മുഖ്യമന്ത്രി, പിന്നെ നല്ലൊരു കുടുംബനാഥൻ. ഞാനോ? അതേടാ. അതുകൊണ്ട് അദ്ദേഹത്തോടുള്ളൊരു കടപ്പാട് അതെന്നും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. BJP വിട്ട ഭീമൻ രഘു CPM-നൊപ്പം ചേർന്ന്
ഏത് ചെറുത്താണ് ഇത് എഴുതി വിട്ടത്? അത് മാത്രം ഇപ്പൊ വേണ്ട, അത് മാത്രം ഇപ്പൊ വേണ്ട. നമുക്ക് ഇത് മാത്രം മതി, അവാർഡ് മാത്രം മതി. സഹോദര, ഉദരത്തിൽ അമർത്തരുത്, ഞാനൊരു ഉദരജീവിയാണ്. കങ്കാരു ആണോ? അല്ല, കോൺഗ്രസ് ആണ്. അവിടെ ഇരുന്നത് ഇവിടെ ഇരുന്നൊക്കെ പിന്നെ അത് നമുക്ക് പുറത്ത് വന്നിട്ട് സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഞാൻ തരാം. പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെ നിന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. നിനക്ക് വേറെ പണിയില്ലേ? എന്റെ സൽവാനക്കാട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ ഞാൻ പോണേന്ന്. പറയുമ്പോ ഒരു സുഖമില്ല, നമുക്ക് പേരങ്ങ് മാറ്റിയാലോ? പേര് മാറ്റിയെന്നൊക്കെ പറഞ്ഞ കേൾക്കുമ്പോ ഇമ്പില്ല. വിക്രമേട്ടാ, വർക്കിയേട്ടാ, ഞാൻ ഉദ്ദേശിച്ച എന്താ അറിയോ? ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ എന്ന പേര് ഒഴിവാക്കി ഭാരത് എന്നാക്കുമെന്ന് അഭ്യൂഹം. ഭാരതമല്ല, ഭാരതം. ഭാരതം എന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല. G20 അത്താഴ വിരുന്നിനുള്ള ക്ഷണക്കത്തിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് പകരം പ്രസിഡന്റ് ഓഫ് ഭാരത് എന്ന് ഉപയോഗിച്ചിരുന്നു. ഈ ഭാരത് എന്ന് പറയുന്നത് പ്രതീക്ഷയുടെയും പുരോഗതിയുടെയും അടയാളമാണ്. ഇപ്പോൾ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ എന്ന പേര് ഒഴിവാക്കി ഭാരത് എന്നാക്കുമെന്നുള്ള അഭ്യൂഹമാണ് ശക്തമായിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, നീ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ലെന്ന്. കഴിഞ്ഞ ദിവസം G20 അത്താഴ വിരുന്നിനുള്ള ക്ഷണക്കത്തിൽ നിന്ന് ഇന്ത്യ എന്നുള്ള പേര് ഒഴിവാക്കിയിരുന്നു. ഒഴിവാക്കി അത് റിപ്പബ്ലിക് ഓഫ് ഭാരത് എന്ന് മാത്രമാക്കിയിരുന്നു. രാഷ്ട്രപതിയെ പ്രസിഡന്റ് ഓഫ് ഭാരത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. இங்க நான் தான் கிங், நான் வச்சதான் ரூல்ஸ். அந்த ரூல்ஸ் எனக்கு இஷ்டத்துக்கு அப்பப்போ மாத்திட்டே இருப்பேன். പറയൂ. ആ കാര്യം ഓർക്കുമ്പോ എനിക്കുണ്ടൊരു വിഷമം. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. പ്രതികരണം പ്രതികൂലമാണെങ്കിൽ അത് അനുകൂലമാക്കാൻ എന്താ വഴി? അതാണ് ആലോചിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. എന്റെ അന്വേഷണം സ്തംഭിപ്പിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ രണ്ടാളും കാണിക്കുന്ന ഈ യോജിപ്പ് ഭരണകാര്യങ്ങളിൽ കാണിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട്. ഞാൻ വരട്ടെ.